All right. So 2025-ലോ അല്ലെങ്കിൽ ഇനി വരാനുള്ള ഇയേഴ്സിലൊക്കെ what's the future of software engineers out there? So I'll say maybe 20-30% of the code that is inside of our repos today in some of our projects are probably all written by software. What about you guys? Sort of that in the next year, probably, I don't know, maybe half the development is going to be done by AI as opposed to people, and then that will just kind of increase from there. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് കുറേയധികം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് AI കോഡിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് യൂസിങ് AI ടു ബിൽഡ് എ ഫുൾ ഫ്ലെഡ്ജ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി ഓതൻറ്റിക്കേഷൻ, ഡേറ്റാബേസസ്, പേയ്മെൻറ്റ്സ് അങ്ങനെ കുറേയധികം AI ഇൻറ്റിഗ്രേഷൻസ് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഡെമോ ചെയ്യാൻ വേണ്ടി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വീഡിയോയ്ക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു 40,000 വ്യൂസ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വീഡിയോയ്ക്ക് 25K ആ റേഞ്ചിലും വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോരോ വീഡിയോസിൻ്റെ അടിയിൽ കോമെൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഐക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, എഐക്ക് ഒരു പ്രൊഡക്ഷൻ റെഡി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഗ്രേഡ് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് റെഡി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്, എഐക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിന് റിയൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് തന്നെ വേണം, ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ജോബ് എവിടെയും പോകാൻ പോകുന്നില്ല, അത്ര സ്മാർട്ടല്ല, അങ്ങനെ കുറേ അധികം ആൾക്കാർ ഈ ഒരു കോമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെയും പുറമെ കുറേയധികം ആൾക്കാർ പേഴ്സണലി ഭയങ്കര ട്രിഗേർഡ് ആയിട്ടുള്ള കുറച്ചധികം കോമെൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർ മെയിൻലി ഫ്രം ഈ ഒരു സോഫ്റ്റ്വെയർ ടെക് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെന്ന് തോന്നുന്നു ഭയങ്കര ട്രിഗേർഡ് ആയിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കുറേ കോമെൻറ്റ്സ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് കുറേ ആൾക്കാരൊക്കെ വൈബ് കോഡിങ് പ്രൊമോട്ട് ചെയ്യാൻ പാടത്തില്ല, നീ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ പാടത്തില്ല, അങ്ങനെ പറഞ്ഞ് കുറേയധികം കോമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഒരു കാര്യം വെച്ച് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കോമെൻറ്റ് സെക്ഷൻ്റെ അകത്ത് കുറേയധികം ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടൂളാണ്. ആൻഡ് ഇപ്പോൾ പണ്ട് അവർ എക്സാമ്പിളായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചതാണ്. ഈ കാർപ്പൻറ്റേഴ്സിന് ഡ്രില്ലർ വന്നപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി, സ്ക്രൂ ചെയ്യാൻ വേണ്ടി ഹാമർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നമുക്കിങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡ്രില്ലർ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ പണി എളുപ്പമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കാൽക്കുലേറ്റേഴ്സ് വന്നുകൊണ്ട് മാത്തമാറ്റീഷ്യൻസിന് അല്ലെങ്കിൽ ഈ മാത്ത് കണക്ക് കൂടേണ്ട കാര്യമില്ല, ലൈക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അവർ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അതായത് AI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂളാണ്, അപ്പോൾ അത് ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടൂളാണ്. ആൻഡ് ഐ മീൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ട്രൂ. അപ്പോൾ അതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, AI ഈസ് ജസ്റ്റ് എ ടൂൾ. ആൻഡ് യു നോ വാട്ട്, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ. ഇപ്പോഴും കുറേയധികം ആൾക്കാരും ഈ AI ഒരു ടൂളായിട്ട് മാത്രമാണ് കാണുന്നുള്ളത്. മേ ബി ഈ നമ്മളിപ്പോൾ AI ടൂൾസ് എന്ന് പറയുന്നതുകൊണ്ടായിരിക്കും കുറേയധികം ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഫാൾസ് നോഷൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ഒരു ടൂളല്ല. AI ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാൻ സിമുലേറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. പേരിൽ തന്നെ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് AI ഒരു ഹ്യൂമൻ തിങ്ക് ചെയ്യുന്ന രീതിയിൽ റീസണിങ് കേപ്പബിലിറ്റീസും തിങ്കിങ് കേപ്പബിലിറ്റീസും ഒക്കെ കൊടുത്തിട്ട് ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാണ്, വിച്ച് ക്യാൻ ടേക്ക് ഡിസിഷൻ ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് ഡു തിങ്സ് ഓൺ ഇറ്റ്സ് ഓൺ. ഇപ്പോൾ നമ്മൾ ഡ്രില്ലറിൻ്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്ററിൻ്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ അതിന് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ് അത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രില്ലറിനോട് പോയിട്ട് ഈ റൂമിൽ കുറേ എനിക്ക് ഫോട്ടോ ഫ്രെയിംസ് എനിക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ക്രൂ ഒക്കെ ചെന്നിട്ട് ഡ്രില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രില്ലറിന് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് സ്ഥലങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ഒരു ഡ്രില്ല് ഒരു സ്ക്രൂ ഇടാൻ വേണ്ടിയുള്ള ഹോള് ഡ്രില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൂൾസിന് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഈ കാൽക്കുലേറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഒക്കെ എനിക്കൊരു കുറേയധികം ഫയൽസ് ഉണ്ട്, അതിൽ കുറേയധികം ഡേറ്റ ഉണ്ട്. അപ്പോൾ 2 ബ്ലോഗ് പോസ്റ്റിൻ്റെ അകത്താണ് കുറച്ച് ഡാറ്റ ഉള്ളത്, ഒരെണ്ണം ഒരു വീഡിയോൻ്റെ ഉള്ളിലാണുള്ളത്, പിന്നെ കുറച്ചധികം ഫോട്ടോസ് ആയിട്ടുള്ളത്, പിന്നെ കുറച്ച് PDF ഫയൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ നമ്പേഴ്സും ഡേറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടൊരു സമ്മോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാത്തമാറ്റിക്കൽ ഫോമിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടണം. പക്ഷേ ഈ ഡേറ്റയൊക്കെ ഡിഫറെൻറ്റ് സോഴ്സസിൽ സ്കാറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററിനോട് വന്നിട്ട് ഈ ഓരോരോ ഫയൽസ് ചെയ്ത എല്ലാ ഡേറ്റേഴ്സും അതും എനിക്ക് വേണ്ട ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ സ്പെസിഫിക് ഡേറ്റ മാത്രം എടുത്തിട്ട് അതിൻ്റെ സമ്മോ അല്ലെങ്കിൽ എന്താണോ എനിക്ക് വേണ്ട ഔട്ട്പുട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാൽക്കുലേറ്റേഴ്സിന് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദ തിങ് ഹിയർ ഇസ് ദാറ്റ് ഒരു AI സിസ്റ്റത്തിന് അത് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയിട്ട് അറിയാൻ പറ്റും കുറേയധികം AI ഏജൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന്, നമുക്ക് എൻഡ് ഗോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താ വേണ്ടതെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട ഡേറ്റ സോഴ്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ AI ക്യാൻ പ്രോസസ് ആൻഡ് നമ്മൾ വേണ്ട ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം റിസൾട്ട് ഡ്രൈവ് നമുക്ക് തരാനുള്ളൊരു സ്കോപ്പ് ഇപ്പോൾ AIക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഫസ്റ്റ് ക്ലിയർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AIനെ ഒരു ടൂളായിട്ട് നിങ്ങൾ കാണാനേ പാടില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഈ ഒരു AI ടൂൾസ് ആണ് കുറേ ആൾക്കാർ ഇങ്ങനെ AI ടൂൾസ് എന്ന് പറയുന്നതുകൊണ്ടായിരിക്കും കുറേ ആൾക്കാർക്കെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവുക. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, AI ഒരു ടൂളല്ല, ഇറ്റ്സ് എ സിസ്റ്റം. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര വലിയ ടേം ആയില്ലേ. ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സിസ്റ്റം, അതായത് ഹ്യൂമൻസിനെ പോലെ തിങ്ക് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും ഓരോരോ കാര്യങ്ങൾ ഇറ്റ്സ് ഓൺ ചെയ്യാനും കേപ്പബിൾ ആയ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹ്യൂമാനിറ്റിക്ക് ത്രെട്ടായി കൈൻഡ് ഓഫ് ഒരു കാര്യമാണ് അവിടെ ഓൾറെഡി ഉള്ളത്.
അപ്പോൾ നമ്മളൊരു കാൽക്കുലേറ്ററിനെയോ ഒരു ഡ്രില്ലറിനെയോ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ അങ്ങനത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല, അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല ഈ ഒരു AI എന്ന് പറയുന്നത്. അത് ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇത് നമ്മളുടെ മെയിൻ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്താണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തും കുറേ ആൾക്കാർ പറയുന്ന ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് AIക്ക് ഒരു എൻ്റർപ്രൈസ് റെഡി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റെഡി ആപ്പ് ഒന്നും അങ്ങനെ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്കറിയാം എത്രത്തോളം ടെക്നിക്കലും കോംപ്ലക്സും ആണ് ഓരോരോ ആപ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം അല്ലെങ്കിൽ ലെഗസി സിസ്റ്റംസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ AI കൊണ്ട് വൺ ഷോട്ടിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഇല്ല. പക്ഷേ ഇവിടെ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് ഓഫ് നോ, അതായത് 2025 ഉള്ളൊരു കേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ AIക്ക് ഇപ്പോൾ വൺ ഷോട്ടിൽ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ ആരും അവകാശപ്പെടുന്നില്ല. ഐ മീൻ ഒബ്വിയസ്ലി വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അപ്രോച്ചസ് എടുത്തിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്സ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ദ പോയിന്റ് ഹിയർ ഇസ് നമ്മളുടെ ടീം സൈസ്, അതായത് ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ ഒരു കമ്പനീൻ്റെ അകത്ത് ഒരു ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. ഓക്കെ, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ടീമാണെന്ന് വിചാരിച്ചോ. ആ ഫ്രണ്ട് എൻഡിൻ്റെ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഏതെങ്കിലും ടീമിൻ്റെ അകത്ത് 10 പേരുണ്ട്. അതിൽ 10 പേര് 10 ദിവസം കൊണ്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് നമുക്കിപ്പോൾ ഒരു ലെറ്റ്സ് സേ ഒരു 5 ആളെ കൊണ്ട് ഒരു 5 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുറേയധികം കാര്യങ്ങൾ ആൻഡ് ദി AI ഇസ് എക്സ്ട്രീംലി ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ഫ്രണ്ട് ആൻഡ് സൈഡ് ഓഫ് തിങ്സ്. അപ്പോൾ നമുക്ക് UI ബിൽഡ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ കോംപ്ലക്സ് ലോജിക്സ് ബിൽഡ് ചെയ്യാനാണെങ്കിലോ നമുക്കിപ്പോൾ മാൻ പവർ സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രം സ്ക്രാച്ച് ഞാനത് ബിൽഡ് ചെയ്ത് അത് ഡീബഗ് ചെയ്ത് ഇങ്ങനെ ആ ഒരു സൈക്കിളിൽ കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയം ഒരു AI യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു സ്പെസിഫിക് പാർട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി അത്ര സമയം വേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് ഡ്രാസ്റ്റിക്കലി ഈ ഒരു ടീം സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ അകത്ത് 10 പേരൊക്കെ വേണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഭയങ്കര അതായിട്ട് കുറയാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എൻ്റർപ്രൈസ് പ്രൊഡക്ഷൻ റെഡി ആപ്പിൽ വർക്ക് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് AIനോട് ചെന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AI മാജിക്കലി എല്ലാം കൂടി ബിൽഡ് ചെയ്തിട്ട് നമുക്ക് തരുന്നുള്ള അർത്ഥം ഇവിടെ ഇല്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഈ നമ്മളൊരു സാധാരണ ആൾക്കാർ എങ്ങനെയാണ് ഒരു ലെറ്റ്സ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതിക്ക് കൊണ്ട് തന്നെ വേണം നമ്മൾ ഈ AI യൂസ് ചെയ്തിട്ടും ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ഒബ്വിയസ്ലി നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്യും, ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആക്കും, അതിൻ്റെ ഉള്ളിൽ സബ് ടാസ്ക് കണ്ടുപിടിക്കും, എന്നിട്ട് അത് ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ബിൽഡ് ചെയ്ത് അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ച് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ളൊരു മോഡ്യൂളിൽ തുടങ്ങി അത് ബിൽഡ് ചെയ്ത് അത് അസംബിൾ ചെയ്തിട്ടാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു മോഡ്യൂൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറൊക്കെ എടുക്കുമെങ്കിൽ ഒരു AIക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു AI സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡിംഗ് നോളജ് ഉള്ള ഒരാളാണ്. ഓക്കെ, അതായത് അയാൾക്കെല്ലാം അറിയാം. അയാൾക്ക് വേണമെങ്കിൽ മാനുവലി ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ എന്താണോ ബിൽഡ് ചെയ്യേണ്ടത്, ഈ AI ഇപ്പോൾ എന്താണോ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അത് ബിൽഡ് ചെയ്യാൻ കേപ്പബിളായ ഒരു ആൾ തന്നെയായിരിക്കും ഈ AI യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി 10 ടൈംസ് അല്ലെങ്കിൽ 20 ടൈംസ് ഒക്കെ കൂടി. ഒബ്വിയസ്ലി നമുക്ക് വേണ്ട മാൻ പവർ ഭയങ്കര അധികമായിട്ട് റെഡ്യൂസ് ആയി. ഇപ്പോൾ നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും IBM അങ്ങനെ കുറേയധികം കമ്പനീസിൽ മാസീവ് ലേ ഓഫ്സ് നടക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് മോസ്റ്റ്ലി ബിക്കോസ് നമുക്ക് ഐ മീൻ AI മാത്രമല്ല അട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ട് AI ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് മോസ്റ്റ്ലി ബിക്കോസ് നമുക്കിപ്പോൾ പ്രൊഡക്ടിവിറ്റി ഭയങ്കര അതായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് 2 ആളെ കൊണ്ട് ചെയ്യേണ്ട കാര്യം 1 ആളെ കൊണ്ട് ചെയ്യാൻ പറ്റും, 10 ആളെ കൊണ്ട് ചെയ്യേണ്ട കാര്യം 5 ആളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് എന്തായാലും കുറേയധികം ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. ഓക്കെ, അങ്ങനെ ഒരു കുറയുന്ന ഒരു ഇതുണ്ടാവും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജ് ഫ്രം സ്ക്രാച്ച് CSSഉം HTML ജസ്റ്റ് ഒരു ബേസിക് പേജാണ്. ഈ ഒരു പേജ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിനെ കൊണ്ട് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും 2 to 3 hours ഒക്കെ എടുക്കും. റൈറ്റ്, അങ്ങനത്തെ ഒരു പേജ് ഉണ്ടാക്കണമെങ്കിൽ അനിമേഷൻസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ലേ ഔട്ട് ഫിഗർ ഔട്ട് ചെയ്യുക എല്ലാ കാര്യം ചെയ്യാൻ. അതേസമയം നമുക്ക് ഈ എക്സാക്ട് റിക്വയർമെൻറ്റ്സ് ഒരു AI ടൂളിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AI ടൂൾ ഇൻ ലെസ് ദാൻ 1 minute ഈ സെയിം സംഭവം ഡിസൈൻ ചെയ്ത് തരും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് ചെന്ന് പറഞ്ഞ് ആ ഒരു ചേഞ്ചസ് വരുത്താനും പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഐം ടോക്കിംഗ് അബൌട്ട്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ടൈം ഭയങ്കര അധികമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും ആൻഡ് ഒബ്വിയസ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറയും. അപ്പോൾ ഈ ഒരു 2025 ഈ ഒരു സമയത്തുള്ളൊരു മേജർ ത്രെട്ട് AI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നത് തന്നെയാണ്. നമ്മളുടെ ഹയറിങ് കുറയും. അപ്പോൾ നമ്മളുടെ ആൾക്കാർക്കുള്ള ഒബ്വിയസ്ലി സോഫ്റ്റ്വെയർ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നൊക്കെ ആൾക്കാർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറയും. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ ഹയർ ചെയ്തുകൊണ്ടിരുന്ന TCS എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ ജസ്റ്റ് 3 digit ആൾക്കാരെ മാത്രമാണ് ഹയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ആക്ച്വൽ തിങ് ആണ്. നമുക്കിങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നത് തന്നെ വലിയൊരു ത്രെറ്റാണ്. അത് ഒരു കാര്യം. പിന്നെ കുറേ ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ്റർപ്രൈസ് റെഡി ആപ്ലിക്കേഷൻസ് വൺ ഷോട്ടിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് അത് പറ്റത്തില്ല. പിന്നെ വേറെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI റൈറ്റ് ചെയ്യുന്ന കോഡ് മൊത്തം ബഗ്സ് ആയിരിക്കും, മിസ്റ്റേക്സ് ആയിരിക്കും, അങ്ങനെയൊക്കെ. ഒബ്വിയസ്ലി നോ, നമ്മളിപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ചെന്നിട്ടൊരു കോഡ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി കുറേ മിസ്റ്റേക്സ് വരുത്തും, എന്നിട്ട് ബഗ്സ് കണ്ടുപിടിക്കുക, ഡീബഗ് ചെയ്യും, അത് ഫിക്സ് ചെയ്യും. അങ്ങനെ ആ ഒരു റിയറ്ററേറ്റീവായിട്ട് നമ്മളൊരു സൈക്കിളിൽ കൂടെ തന്നെ പോയിട്ടാണ് എല്ലാ സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ AI വിൽ മേക്ക് മിസ്റ്റേക്സ് ടു ആൻഡ് നമ്മളത് ഫിക്സ് ചെയ്യണം. ആൻഡ് അങ്ങനെ തന്നെയാണ് അത് മുമ്പോട്ട് വന്നത്. നെക്സ്റ്റ് ഒരു ക്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ഡെവലപ്ഡ് ആയിട്ടുള്ള ആപ്സിലൊക്കെ കുറേ സെക്യൂരിറ്റി വൾണറബിലിറ്റീസും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആപ്സിലാണെങ്കിലും അങ്ങനത്തെ സെക്യൂരിറ്റി വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് പ്രൈറ്റ് പോലത്തെ ഓട്ടോണമസ് AI ടെസ്റ്റിംഗ് ഏജൻറ്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഒരു ആപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് AI യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസ് കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുത്തും, അത് റിയാക്ടറേറ്റീവിൽ ബിൽഡ് ചെയ്ത് ആ എറേഴ്സൊക്കെ ഫിക്സ് ചെയ്യും. ഹ്യൂമൻസ് റൈറ്റ് ചെയ്യുന്ന കോഡ്സിൻ്റെ അകത്തും എന്താണ് സെക്യൂരിറ്റി വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. AI റൈറ്റ് ചെയ്യുന്ന കോഡിലും അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് AI സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുകയും, ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ആട്ടോ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുകയും നമ്മളുടെ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അത് തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ത്രെട്ടാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഇതിൻ്റെ അത് ഏറ്റവും കൂടുതൽ സ്ക്രൂഡപ്പ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി. അത് ഭയങ്കര അഡ്വാൻസ് സ്റ്റഫൊക്കെ ഒബ്വിയസ്ലി അവർക്ക് ഇപ്പോൾ സ്കോപ്പ് ഉണ്ട്. പക്ഷേ ബേസിക് ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഭയങ്കര അനിമേഷൻ അങ്ങനത്തെ ഫ്ലാഷി സംഭവമൊന്നും വേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് AIക്ക് അടിപൊളിയായിട്ടുള്ള കുറേ UIസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കേപ്പബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈ ലവബിൾ പോലത്തെ AI ടൂൾസിൻ്റെ അകത്തൊക്കെ വരുന്ന നമ്മൾ സിംഗിൾ ഷോട്ടിൽ തന്നെ ബിൽഡ് ചെയ്യുന്ന UI എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് നോച്ച് ആണ്. അപ്പോൾ അതും ഈ ഒരു ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ട് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനിയാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഈ ഒരു റീസെൻ്റ് ആയിട്ട് സത്യ നഡേലിൻ്റെയും അതായത് മൈക്രോസോഫ്റ്റിൻ്റെ CEO അതേപോലെ മെറ്റേൻ്റെ CEO ആയിട്ടുള്ള മാർക്ക് സക്കർബർഗും ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ അത് അവർ തന്നെ പറയുകയാണ് ഇപ്പോൾ കുറേയധികം പ്രോജക്ട്സിൻ്റെ അത് മൈക്രോസോഫ്റ്റിൻ്റെ കുറേയധികം പ്രോജക്ട്സിൻ്റെ അത് അവരുടെ എക്സിസ്റ്റിംഗ് റിപ്പോസിറ്ററീസിലുള്ള കോഡൊക്കെ 30% കോഡ് വരെ AI റിട്ടൺ ആണെന്ന്. അതേപോലെ തന്നെ മാർക്ക് സക്കർബർഗ് പറയുന്നുണ്ട് അവരുടെ അപ്കമിങ് ആൻഡ് ഫ്യൂച്ചർ പ്രോജക്ട്സിലും എക്സിസ്റ്റിംഗ് പ്രോജക്ട്സിലൊക്കെ അപ് ടു 50% ഒക്കെ കോഡും AI റിട്ടൺ ആണ്. ഞാൻ പറയുന്നത് കേൾക്കണ്ട, അവർ തന്നെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്. So I'll say maybe 20-30% of the code that is inside of our repos today in some of our projects are probably all written by software. What about you guys? Sort of that in the next year, probably, I don't know, maybe half the development is going to be done by AI as opposed to people, and then that will just kind of increase from there. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ലോകത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള 2 കമ്പനീസ്, അത് മെറ്റ അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ്. സുന്ദർ പിച്ചയും ഇങ്ങനത്തെ ഒരു സ്റ്റാൻസിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് കിട്ടുകയാണെങ്കിൽ അത് ഞാനിവിടെ സ്ക്രീനിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ടോപ്പ് കമ്പനീസിൻ്റെ എല്ലാ CEO വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുകയാണ് അവരുടെ കോഡ് ബേസിൽ ഇത്രയും % ഓഫ് കോഡ് AI റിട്ടൺ ആണെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ഷിഫ്റ്റ് ഇവിടെ തന്നെ നമുക്ക് എവിഡൻ്റ് ആണ്. ഇനി ഇതിൻ്റെ വേറൊരു ആംഗിളും ഉണ്ടാവാം. കാരണം ഈ മെറ്റ എന്ന് പറയുകയാണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ദേ ഹെവിലി ഇൻവെസ്റ്റഡ് ഇൻ ടു AI. അപ്പോൾ അവരുടെ ആ ഒരു AI തിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ അവർക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതും ആവാം ഇൻ വിച്ച് വേസ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവരും വന്നിട്ട് പബ്ലിക്കലി അഡ്മിറ്റ് ചെയ്യുകയാണ് ദേ യൂസ് AI ടു റൈറ്റ് കോഡ് ആൻഡ് അവരുടെ റിപ്പോസിറ്ററിയിൽ കറണ്ട് റിപ്പോസിറ്ററിയിലൊക്കെയുള്ള 30% കോഡും AI റിട്ടൺ ആണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ദർ ഈസ് ഡെഫിനറ്റ്ലി എ ഷിഫ്റ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മൾ ട്രഡീഷണൽ ആ ഒരു കോഡിങ് ആ ഒരു കൈൻഡ് ഓഫ് ഇതൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ മോർ AI ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കുറേ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സാഡ് ടു ക്രാക്ക് ദിസ് ടു യു, ബട്ട് യെസ്, ഈ AI എന്ന് പറയുന്നത് ആക്ച്വലി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെറ്റ് തന്നെയാണ്. ആൻഡ് AI നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ഇൻഫൻസി സ്റ്റേജിലാണ്. ഈ ഒരു മാസീവ് അഡോപ്ഷനൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഈ നവംബർ 2021 22 ഈ ChatGPT വന്നതിന് ശേഷമാണ് ഈ ഒരു കൺസ്യൂമേഴ്സിനിടയ്ക്ക് ഈ AI ഇത്രയധികം ബസ് വേർഡ് ആയതും ഭയങ്കര ട്രെൻഡിങ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും സിസ്റ്റംസ് ഒക്കെ ബെറ്റർ ആൻഡ് ബെറ്റർ ആവത്തേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് 1.5 വർഷം 2 വർഷം മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ കാണുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ, ഡേറ്റാബേസ്, പേയ്മെൻറ്റ്സ് വിത്ത് സ്ട്രൈപ്പ് ഇങ്ങനത്തെ കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുക, അത് AI യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്റ്റേജായിരുന്നു. പക്ഷേ ഹിയർ വി ആർ 1.5 വർഷം ഇപ്പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അത്രയും അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് AI ഒരു ത്രെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ്. ഞാനൊരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ വി കൈൻഡ് ഓഫ് നോ റൈറ്റ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കോമെൻറ്റ് സെക്ഷൻ്റെ അകത്തൊക്കെ ആൾക്കാർ കുറേ ട്രിഗേർഡ് ആവുന്നുണ്ടായിരുന്നു. അവരുടെ ബബിളിൽ നിന്നുകൊണ്ട് അവർ പറയുകയാണ് ഓക്കെ ഞാൻ എഴുതുന്ന കോഡാണ് ബെസ്റ്റ്, AI കാൺട്ട് ബീറ്റ് ഇറ്റ്, അങ്ങനെ പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. സീ ദ വേൾഡ് ഈസ് നോട്ട് റിവോൾവിങ് അറൗണ്ട് യു. ഓക്കെ, നമ്മൾ ഈ AI ഈ AI വേൾഡിലും സ്പേസിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വി നോ ഹൗ മച്ച് ഓഫ് എ ഡിഫറൻസ് ഇറ്റ് മേക്സ്. ആൻഡ് ട്വിറ്ററിൻ്റെ അകത്തും നമ്മളത് എക്സിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കുറേ അധികം സോളോപ്രനേഴ്സൊക്കെ വൈബ് കോഡ് ചെയ്തിട്ട് സാസ് പ്രോഡക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ദേ ആർ ലിറ്ററലി മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. സോ ദാറ്റ്സ് ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് AI റൈറ്റ് നൗ. ആൻഡ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം AI എൻ്റെ ജോബിനെ അഫക്റ്റ് ചെയ്യത്തില്ല, AI എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ടോട്ടലി അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഫസ്റ്റ് മാറ്റണം. ആൻഡ് മേക്ക് AI കം യുവർ വേ.
നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോയിലേക്ക് AI ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇത് ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു ലെറ്റ്സ് അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ AIൻ്റെ വഴിക്ക് പൊക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നതാണെന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയധികം ബാധിക്കപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു ലെറ്റ്സ് മിഡ് 20s ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 30s വരുമ്പോഴത്തേനും ദർ വിൽ ബി എ ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് ദാറ്റ് ഇസ് സൂൺ ടു ബിഗിൻ. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ വരുമ്പോഴത്തേനും യു വിൽ സഫർ റിയലി ഹാർഡ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യം. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം റിസർച്ച് പേപ്പേഴ്സും ഇൻഡസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് ഈ വൈബ് കോഡ് ചെയ്തിട്ട് പ്രോഡക്റ്റ്സ് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വേണമെങ്കിൽ എക്സ് പ്രൊഫൈൽ ലിങ്ക്സ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരുടെ ട്വിറ്റർ പ്രൊഫൈൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ദ ബോട്ടം ലൈൻ ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രീമിലേക്ക് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ AI ഒരു ത്രെട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൈൻഡ് ഓഫ് ഇസ്. ബട്ട് അത് ഈ ഒരു AI വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബോത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. ആൻഡ് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എനി വിച്ച് വേസ് നമുക്ക് AI നമ്മളുടെ രീതിക്ക് നമുക്ക് പ്രൊഡക്റ്റീവായതും നമ്മളുടെ യൂസ് കേസിനൊക്കെ സ്യൂട്ടബിൾ ആയ രീതിയിൽ നമ്മളുടെ വർക്ക് ഫ്ലോയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ AI സ്പേസിലും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ജസ്റ്റ് എപ്പോഴും സ്റ്റേ അപ്ഡേറ്റഡ്. ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഭയങ്കരധികം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ നോക്കുകയാണെങ്കിൽ കുറേ സ്റ്റാർട്ടപ്പ്സും സാസൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ടെക്നിക്കൽ കോഫൗണ്ടറിൻ്റെ ആവശ്യമില്ല. അവരുടെ ഐഡിയ ആൻഡ് മാർക്കറ്റിംഗ് പ്ലാൻ ഇസ് വാട്ട് ദാറ്റ് മാറ്റേഴ്സ്. AI ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ തിങ്. നമുക്കിപ്പോൾ ഒരു AI ടൂൾ, അതായത് ഇപ്പോൾ ലവബിൾ, കഴ്സർ അല്ലെങ്കിൽ അങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. മൊബൈൽ ആപ്പ് ആയിക്കോട്ടെ, വെബ് ആപ്പ് ആയിക്കോട്ടെ. നമുക്ക് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷനാലിറ്റി, ദ ഫ്രണ്ട് എൻഡ്, ദ ബാക്ക് എൻഡ്, വിച്ച് ഇൻക്ലൂഡ്സ് ഓതൻറ്റിക്കേഷൻ, ഡേറ്റാബേസ്, ഒബ്ജക്റ്റ് സ്റ്റോറേജ്, ഒരു ബക്കറ്റ് സ്റ്റോറേജ്, അല്ലെങ്കിൽ AI ഇൻറ്റിഗ്രേഷൻസ്, പിന്നെ പേയ്മെൻറ്റ്സ്, വെബ് ഹുക്സ്, യു നെയിം ഇറ്റ്, നമുക്കെല്ലാം AI യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോൾ എടുത്തു പറഞ്ഞേക്കാം. ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ലെറ്റ്സ് സേ ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല, അവരിപ്പോൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിലും ദേ ക്യാൻ ഗെറ്റ് സംവെയർ, എവിടെയെങ്കിലുമൊക്കെ എത്താം. ആൻഡ് ദേ ക്യാൻ ബിൽഡ് ടു, അവർ ഇൻറ്റൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയും വർക്ക് ആവുമായിരിക്കാം. പക്ഷേ AIക്ക് എല്ലാ മിസ്റ്റേക്സും ബഗ്സും കാര്യമൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഹാവിങ് ദ ബേസിക്സ് ഓർ ലെറ്റ്സ് സേ ഫൗണ്ടേഷൻ നോളജ് ഹെൽപ്സ് ഹിയർ. നിങ്ങൾക്ക് കുറച്ച് കോഡിംഗ് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് ഒരു കോഡിംഗ് നോളജ് ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൈൻഡ് ഓഫ് ട്രിക്കി. ആൻഡ് നിങ്ങൾ ഫോർ എവർ ഒരു ലെറ്റ്സ് സേ ഈ ബഗ് ഫിക്സിലും ലൂപ്പിലൊക്കെ പെട്ടുപോകാം. ചിലപ്പോൾ സിംപ്ലസ്റ്റ് മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എറർ ആയിരിക്കും. ബട്ട് AI അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ആൻഡ് നിങ്ങൾക്കും അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ബേസിക് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈവൻ ബെറ്റർ. നിങ്ങൾക്കൊരു കോംപ്ലക്സ് നോളജ് ഒന്നും വേണ്ട, ബേസിക്കലി ഹൗ തിങ്സ് വർക്ക് അണ്ടർ ദ ഹുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്സ് വിൽ ബി ഈവൻ ബെറ്റർ. സോ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. മെയിൻ ടേക്ക് അവേസ് എന്ന് പറയുകയാണെങ്കിൽ AI ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടൂളല്ല, ഇറ്റ്സ് എ സിസ്റ്റം. ആൻഡ് ഇപ്പോൾ കാർപ്പൻറ്റേഴ്സിന് ഡ്രില്ലർ കിട്ടിയതുപോലെയോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്ററിനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല ഈ ഒരു AI എന്ന് പറയുന്നത്. ആൻഡ് AI ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ ജോബൊന്നും എടുത്തതെന്ന് ഒരു കേസിലേക്ക് വരത്തില്ല. ബട്ട് AI ത്രെറ്റ് ഈസ് റിയൽ. ആൻഡ് ഇപ്പോൾ തന്നെ നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഷ്രിങ്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫ്യൂച്ചറിൽ ഇതിനി പോകെ ഇത് ഇമ്പ്രൂവ് ആയി വരത്തേ ഉള്ളൂ. ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കുറയത്തേ ഉള്ളൂ. ആൻഡ് ടോപ്പ് ടെക് കമ്പനീസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ദ യൂസ് AI ഫോർ കോഡിംഗ്. ആൻഡ് അവരുടെ 30% ഓഫ് ദ കോഡ് ഇൻ ദ റിപ്പോസിറ്ററീസ് ഇസ് നൗ റിട്ടൺ ബൈ AI, അവരും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ AI ഒരു ത്രെട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഐ ലീവ് ഇറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റീസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫെയർ കൺക്ലൂഷനിലേക്ക് എത്താനാണ്. അപ്പോൾ അതൊക്കെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ബൈ ദ വേ, നിങ്ങൾക്ക് ഞാൻ എൻറ്റയർലി AI യൂസ് ചെയ്ത് ഫ്രം ദ ഗ്രൗണ്ട് ആപ്പ് ഒരു ഫുൾ സ്റ്റാക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ദി ഐ ബട്ടൺ അബോവ്, ഓർ അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഡ്രോപ്പ് ചെയ്തേക്കാം. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുവെക്കാവുന്നതാണ്. ആൻഡ് യാ, ദാറ്റ്സ് pretty much all I wanted to show you in this video, or let's say share in this video. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.